ഹലോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംപ് ആൻഡ് സബ്ലൈം ഇൻസ്റ്റാളേഷനാണ്. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി ഒരു ലോക്കൽ ഹോസ്റ്റ് സെർവറിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാംപ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വിൻഡോസിന് രണ്ട് തരത്തിലുള്ള ലോക്കൽ ഹോസ്റ്റ് സെർവർ ഉണ്ട്, ഒന്ന് സാംപും ഒന്ന് വാമ്പും. ഞാനിവിടെ സാംപാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിനകത്ത് സാംപ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് സാമ്പിൻ്റെ സൈറ്റ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് സാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വിൻഡോസിന് വേണ്ടിയിട്ടും ലിനക്സിന് വേണ്ടിയിട്ടും ഒ എസ് എക്സിന് വേണ്ടിയിട്ടും സാം ഇൻസ്റ്റാളേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് വിൻഡോസിൻ്റെയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ PHP 8.4 ആണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ലിങ്ക്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ്സിനകത്ത് അതിൻ്റെ സാമ്പിൻ്റെ ഒരു ഇൻസ്റ്റാളർ കാണാം. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇൻസ്റ്റാളേഷന് കുറച്ച് ടൈം എടുക്കുന്നതാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഇൻസ്റ്റാളേഷൻ്റെ കമാൻഡ് വരും. നമ്മളിതിൽ യെസ് കൊടുക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ യെസ് കൊടുക്കുന്നില്ല. നിങ്ങളത് യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഞാൻ എൻ്റെ സാമ്പിൻ്റെ കൺട്രോൾ പാനൽ കാണിക്കാം. സാമ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സാമ്പിൻ്റെ കൺട്രോൾ പാനലാണിത്. ഓക്കെ, ഇനി അടുത്തത് സബ്ലൈമാണ്. സബ്ലൈം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. നമ്മൾ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോഗ്രാംസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സബ്ലൈം യൂസ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഞാനിവിടെ സബ്ലൈമിൻ്റെ ലിങ്കും ഞാൻ കാണിക്കാം. സബ്ലൈം 4 ആണ് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. സബ്ലൈം 4 ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഡൗൺലോഡ് സബ്ലൈം ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റാളേഷൻ വരും. ഞാനിവിടെ ഓൾറെഡി സെറ്റപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇവിടെ നമ്മുടെ ഡൗൺലോഡ്സിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങനെ അത് ഇൻസ്റ്റാൾ ആവും. നമ്മൾ സബ്ലൈം ഞാൻ കാണിക്കാം. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ സബ്ലൈം ഇങ്ങനെ വരും. ഇതാണ് നമ്മളുടെ സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, അതുപോലെ സാമ്പ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പം നമ്മളുടെ C ഡ്രൈവിനുള്ളിലായിരിക്കും സാമ്പ് എന്ന ഫോൾഡർ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ സബ് ഡയറക്ടറീസ് ഉണ്ട്. നമ്മൾ HD docs എന്ന് പറയുന്ന സബ് ഡയറക്ടറിയിലാണ് നമ്മുടെ പ്രോഗ്രാംസ് ഫോൾഡറിനുള്ളിൽ സേവ് ചെയ്യുന്നത്. ഓക്കെ,